നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകേണ്ടത്. ലഹരിക്കെതിരെ റിപ്പോർട്ടിന്റെ പോരാട്ടം തുടരുക തന്നെയാണ്. ഇപ്പോൾ സജോ ദേവസ്യ ഒരു പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്ത് ലഹരിയിൽ മറിയുന്നത് കോടികളാണെന്നാണ് സജോ റിപ്പോർട്ട് ചെയ്യുന്നത്. 4 വർഷത്തിനിടെ എക്സൈസ് പിടികൂടിയ ലഹരി ഉൽപ്പന്നങ്ങൾ കോടികളുടെ വിപണി മൂല്യമുള്ളവയാണ്. 102 കോടി 17 ലക്ഷം രൂപയുടെ MDMA-യും 62 കോടി 83 ലക്ഷം രൂപയുടെ ഹാഷിഷും അടക്കമുള്ള ലഹരി വസ്തുക്കളാണ് എക്സൈസ് പിടികൂടിയത്. 89 കോടി രൂപയിലധികം വിപണി മൂല്യമുള്ള കഞ്ചാവും 4 വർഷത്തിനിടെ പിടികൂടി. എറണാകുളത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ലഹരി പിടികൂടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് മയക്കുമരുന്നുകൾക്കെതിരായുള്ള നടപടി ശക്തമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് എക്സൈസ് വകുപ്പ് തന്നെ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷയിലെ മറുപടിയുടെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ 9 വർഷം കൊണ്ട് തന്നെ സംസ്ഥാനത്ത് 631 കോടി രൂപയുടെ കഞ്ചാവും MDMA-യും ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തതെന്ന് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരു വർഷം ആവറേജ് 70 കോടി രൂപയുടെ മയക്കുമരുന്നാണ് സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സമൂഹവും മാധ്യമങ്ങളും സർക്കാരും എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്രയേറെ മയക്കുമരുന്നുകൾ എക്സൈസ് വകുപ്പിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകൾക്കെതിരെയുള്ള പോരാട്ടം ശക്തമായിട്ട് തന്നെയാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് നടത്തിയിട്ടുള്ള റെയ്ഡുകളും അതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ടുള്ള മയക്കുമരുന്നുകളുടെ അളവുകളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതിന് ഒരു പോസിറ്റീവ് വശമുണ്ട്, ഒരു നെഗറ്റീവ് വശമുണ്ട്. പോസിറ്റീവായി പറഞ്ഞാൽ എക്സൈസ് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നു. ഇത്രയധികം തുകയുടെ രാസവസ്തുക്കൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. മറ്റൊരു ഭാഗത്ത് ഇത്രയധികം ലഹരി നമ്മുടെ നാട്ടിലേക്ക് ഒഴുകി എത്തുന്നുണ്ടല്ലോ എന്ന ആശങ്കയും ഉണ്ടല്ലേ? ഇത് വളരെ കൃത്യമായ നിരീക്ഷണമാണ് അതായത് നമ്മുടെ ഏജൻസികൾ, സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് എക്സൈസ് അടക്കം നടപടികൾ കടുപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ്. പക്ഷെ അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് പിടിക്കപ്പെടുന്നവയുടെ കണക്ക് മാത്രമാണിത്. പിടിക്കപ്പെടാതെ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ലഹരി ഉൽപ്പന്നങ്ങൾ എത്രയായിരിക്കും അതിന്റെ മൂല്യം എന്ന് ഈ കണക്കുകൾ വെച്ച് മാത്രം നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് 9 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ 600 കോടിയിൽ അധികം രൂപയുടെ വിപണി മൂല്യമുള്ള വിവിധ ലഹരി വസ്തുക്കൾ. ഇത് 3 ലഹരി വസ്തുക്കളുടെ മാത്രം കണക്കാണ്. അതായത് 2 സിന്തറ്റിക് ലഹരിയുടെയും കഞ്ചാവിന്റെയും കൂടി ഉൾപ്പെടുത്തിയാൽ അങ്ങനെ 3 ലഹരി ഉൽപ്പന്നങ്ങളുടെ മാത്രം കണക്കാണ് പിടികൂടിയവയിൽ. അത് തന്നെ 4 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ 250 കോടിയിലധികം രൂപ വരും. അതായത് എത്ര വലിയ നെറ്റ്വർക്ക് നമ്മുടെ നാടിനെ ഈ തരത്തിൽ വിഴുങ്ങുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ജില്ലയും മുക്തമല്ല. ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ലഹരി പിടികൂടിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി. അതായത് ഒരു മെട്രോ നഗരം എന്ന നിലയ്ക്ക് കൂടിയാണ് വ്യാപകമായി ലഹരി സംഘങ്ങൾ വിലസുന്നുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. അതിൽ തന്നെ സിന്തറ്റിക് ലഹരിയിൽ MDMA എടുത്താൽ 102 കോടി 17 ലക്ഷം രൂപയുടെ MDMA കഴിഞ്ഞ 4 വർഷത്തിനിടെ മാത്രം പിടികൂടിയിട്ടുണ്ട് സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് മാത്രം എന്നത്. ഹാഷിഷ് ഓയിലാണെങ്കിൽ 62 കോടി 83 ലക്ഷം രൂപയാണ്. കഞ്ചാവിന്റെ കാര്യത്തിൽ പോലും നമ്മൾ ഞെട്ടുന്ന കണക്കുണ്ട്. കഞ്ചാവിന്റെ കാര്യത്തിൽ പാലക്കാട് ജില്ലയിലേക്കാണ് ഏറ്റവും അധികം കഞ്ചാവ് എത്തുന്നത് എന്ന കണക്കാണ് ഉള്ളത്. അല്ലെങ്കിൽ പിടിക്കപ്പെട്ട കഞ്ചാവിന്റെ അളവ് അവിടെയാണ്. 89 കോടി 49 ലക്ഷം എന്നതാണ്. 4 വർഷത്തെ കണക്ക് മാത്രമാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് മാത്രം പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കാണ്. കോടികളുടെ വിപണി മൂല്യമുള്ള ലഹരിയാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. അവയാണ് പിടിക്കപ്പെട്ടത്. പിടിക്കപ്പെടാത്തവ എത്ര എന്നത് മറ്റൊരു ചോദ്യമായി അവശേഷിക്കുന്നു. അതാണ് സജോ ഇതിലെ ഏറ്റവും വലിയ ചോദ്യം. ഏതായാലും എക്സൈസ് വകുപ്പ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പോലീസും എക്സൈസും നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെയുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ ഈ ലഹരി വേട്ടയിൽ നമ്മൾ ഈ കണക്കുകൾ കാണുമ്പോൾ കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകുന്നെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനൊരു അഭിനന്ദനവും അർഹിക്കുന്നു. പക്ഷേ ഇത്രയധികം ലഹരി ഒഴുകിയെത്തുന്നു എന്ന ആശങ്ക മറുഭാഗത്തുമുണ്ട്. ഒരു ബോധവൽക്കരണം അനിവാര്യം തന്നെയാണ്. റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തീർച്ചയായും അതിന് മുന്നിലായി ഉണ്ടാവുകയും ചെയ്യും. ലഹരി വേണ്ട എന്നത് തന്നെയാണ് നമ്മുടെ മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്.